അക്രമകാരികളായ ചിമ്പാൻസികൾ വാഴുന്ന മൈസൂർ സൂവിലാട്ടോ ഇന്ന് ഞാനുള്ളത്. അതുപോലെ തന്നെ മണിക്കൂറിൽ 120 സ്പീഡിലോടി ഏത് മൃഗത്തെയും വേട്ടയാടി പിടിക്കുന്ന ചീറ്റപ്പുലിയുള്ള മൈസൂരിൽ അതിൻ്റെ വിശേഷങ്ങളാട്ടെ ഇന്ന് ഞാൻ പറയാൻ. അപ്പോൾ എൻ്റെ മുത്തുമണികളെ അസ്സലാമു അലൈക്കും. അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെ സഫാരി വണ്ടിയുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ കാടുകളിൽ സാധാരണമായിട്ട് കാണുന്ന കാട്ടിയാണ്. കാട്ടിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വെളുത്ത കൊമ്പും കറുത്ത കരിമ്പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു ശരീരം, അപാര മസിൽസ് അടവും. ഒരു മൃഗത്തിനും അനായാസമൊന്നും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു മൃഗം കൂടി. അതുകൊണ്ട് കാട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ ചെറിയൊരു ഫൈറ്റിംഗ് ആണ്. തിന്ന് ഭക്ഷണം കഴിച്ചത് കൂടിയിട്ടാണോ എന്നൊന്നും അറിയില്ല. മറ്റൊരു ജീവി വെച്ചാൽ കാട്ടിലെ അത് കരടി. നിങ്ങൾക്ക് സുപരിചിത ഒരു കരടിയാണ്. കേട്ടിട്ടുണ്ടാവും കരടിൻ്റെ പല കഥകൾ. അതിന് വ്യത്യസ്തമായിട്ട് നേരിട്ട് തന്നെ കാണാം. അപ്പോൾ ആഫ്രിക്കൻ കാടുകളിൽ എത്തിയൊരു അനുഭൂതിയാട്ടെ ശരിക്കുള്ള. ഒരുപാട് കെനിയയിലും പിന്നെ ഉഗാണ്ടയിലൊക്കെ കാണുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതിൻ്റെ വിശേഷങ്ങൾ ആണ് നിങ്ങളോട് പങ്കുവെക്കാൻ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടോ. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ചീറ്റപ്പുലിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ 1000-ൽ-അധികം പുള്ളികൾ ഈ ചീറ്റപ്പുലിക്ക് ഉണ്ടെന്ന്. ഏതൊരു മൃഗത്തെയും ലോങ്ങുന്ന, അതായത് വേട്ടയാടി പിടിക്കാൻ ഈ ചീറ്റപ്പുലിൻ്റെ മോഡൽ മറ്റൊരു മൃഗത്തിനുള്ള, അതായത് അനായാസ കഴിവാണ് ചീറ്റപ്പുലിക്കുള്ളത്. എത്ര ദൂരത്തുനിന്ന് ചാടി അറ്റാക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൃഗവും ചീറ്റപ്പുലിയുടെ മുമ്പിൽ ഒന്നുമില്ല. അത് തന്നെ ഇന്ത്യയിലെ ടൈഗർ, അത് ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ടൈഗർ. അത് ധാരാളം. ഇതിൻ്റെ സൗണ്ടാണ് എല്ലാവരെയും പേടിപ്പെടുത്തുന്നത്. അപാര സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണയായിട്ട് വേട്ടയാടുന്ന വെച്ചാൽ പതുങ്ങി നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടത്. മറ്റൊന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചിമ്പാൻസി ഭക്ഷണം കഴിച്ച് കൂടിയിട്ടാണ് ഉള്ള എന്തൊക്കെയോ കസർത്തുകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ ചിമ്പാൻസിയുടെ പ്രത്യേകത, ചിമ്പാൻസിൻ്റെ മുമ്പിൽ പെട്ടാൽ സാധാരണമായിട്ട് അതിൻ്റെ കണ്ണിലേക്ക് നോക്കരുത്, ആക്രമിക്കുക സ്വഭാവമുള്ളതാണ്. അതുപോലെ തന്നെ ജിറാഫ് സാധാരണമായിട്ട് അസാധ്യമായിട്ടുള്ള കയത്തുള്ളൊരു ജീവിയാണ്. ഏതൊരു മൃഗത്തിനെ പോലെ അറ്റാക്കിങ് സ്വഭാവമൊന്നുമില്ലാത്ത സാധാരണ ഒരു പാവമായിട്ടുള്ളൊരു ജീവി. പിന്നെ ശരിക്കും പേടിക്കേണ്ടത് ആന പോലും ഭയപ്പെടുന്ന ഒരു കണ്ടാമൃഗം കേട്ടോ. കണ്ടാമൃഗം കാരണം ഇന്ത്യയിൽ കാണപ്പെടുന്നത് ആസാമിലാണ്. കണ്ടില്ലേ ശരിക്കും. സാധാരണ നിലക്കൊരു മൃഗങ്ങളധികം വേട്ടയാടി പിടിക്കാത്തൊരു മൃഗം കൂടിയാണ് ഈ കണ്ടാമൃഗം എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇന്ത്യയിൽ ശരിക്കും ഞെട്ടിക്കുന്ന വേറൊന്നും മറ്റൊന്നല്ല. ഏതൊരു മനുഷ്യയെ അനായാസം വിഴുങ്ങാൻ കഴിയുന്ന ഒരു ജീവിയാണ് മുതലത്തിൻ്റെ ആക്രമണത്തിൽ പലരും മരിച്ച് അല്ലെങ്കിൽ കൈകാലുകൾ നഷ്ടപ്പെട്ടെന്നൊക്കെ നിങ്ങൾ കേൾക്കല്ലേ. അതുപോലെ തന്നെ മുതലയും ചിങ്കണിയും രണ്ട് വ്യത്യസ്തമായ രൂപത്തിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മുതലയുടെ പിന്നെ തലക്കാണ്, ചിങ്കണീൻ്റെ കൂർത്തിട്ടാണ് സാധാരണ. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ആഫ്രിക്കൻ കാടുകളിൽ സാധാരണ കണ്ടുവരാറില്ല. അതായത് ഇപ്പോൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ആഫ്രിക്കൻ ആന. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയൊരാന. അതുപോലെ തന്നെ ചെറിയ കൊച്ചു മാനുകൾ, അത് മാന് തന്നെ 5-6 വർഗ്ഗങ്ങളിൽ പെടും. ഇത് ചെറിയ പൊക്കം കുറഞ്ഞ ഒരു മാന. അതുപോലെ പുള്ളിമാന്, കലമാന്, അത് പിന്നെ മ്ലാവ്, അങ്ങനെ ഒരുപാട് മാനുകൾ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് വീഡിയോയിൽ മൃഗങ്ങൾ ഉൾപ്പെടുത്താൻ എനിക്ക് ഈ വീഡിയോയിൽ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കരുത്, വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് നിർബന്ധമായിട്ടും കാണണം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയണ്ടാവും. മന്ദം കടന്നു വരുന്നൊരു മാനങ്ങൾ കണ്ടില്ലേ, എന്തായാലും അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ. അതുപോലെ തന്നെ മറ്റൊരു ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന, അതായത് ദേശാടനികളാണ് കിളിയാട്ടോ. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഏത് ഒരു മീനിനെ, അതായത് 5-6 കിലോ ഉള്ള മീനിനെ അനായാസം വിഴുങ്ങാൻ കഴിയുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ബൈ.